ജിദ്ദയിലെയും മക്കയിലെയും പൊതുഗതാഗതം ഹജ്ജ് ഉംറ തീർത്ഥാടകരുടെ സേവനത്തിനായി ഉപയോഗപ്പെടുത്തുമെന്ന് മക്ക മേഖലാ ഗവർണറും സൽമാൻ രാജാവിന്റെ ഉപദേഷ്ടാവുമായ പ്രിൻസ് ഖാലിദ് അൽ ഫൈസൽ പറഞ്ഞു. ജിദ്ദ മക്ക പൊതുഗതാഗത കമ്മിറ്റിയുടെയും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും ജിദ്ദ ഗവർണറേറ്റിൽ നടന്ന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. വിഷൻ 2030 അനുശാസിക്കുന്നത് പ്രകാരം ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് മികച്ച സേവനം ലഭ്യമാക്കേണ്ടതുണ്ട്. മക്ക പൊതുഗതാഗത പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം തീർത്ഥാടകരുടെ സേവനമാണ്. ഇരു പുണ്യനഗരികളുടെയും പ്രവേശന കവാടമെന്ന നിലയിലും തീർത്ഥാടകർ ആദ്യമെത്തുന്ന എൻട്രി പോയിന്റ് എന്ന നിലയിലും ജിദ്ദയിലെ പൊതുഗതാഗത സംവിധാനത്തിന് തീർത്ഥാടക സേവനത്തിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്നും പ്രിൻസ് ഖാലിദ് അൽ ഫൈസൽ പറഞ്ഞു. സൗദി വിഷന്റെ പൂർത്തീകരണത്തിന് പൊതുഗതാഗത പദ്ധതി ലക്ഷ്യം കാണേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് ജിദ്ദയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 3 വികസന പദ്ധതികൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനും കമ്മിറ്റിയുടെ യോഗത്തിൽ ധാരണയായി. ജിദ്ദ കോർണിഷിന്റെ വടക്കുഭാഗത്തുകൂടി കടന്നുപോകുന്ന ട്രാം കോർണിഷ്, അബ്ഹൂറിനെയും സെൻട്രൽ ജിദ്ദയെയും ബന്ധിപ്പിക്കുന്ന ടാക്സി ബോട്ട് സർവീസ്, ഉത്തര ദക്ഷിണ അബ്ഹൂറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അബ്ഹൂർ പാലം എന്നിവയാണ് 3 പദ്ധതികൾ. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കും ഹറം സന്ദർശകർക്കും എല്ലാ സമയങ്ങളിലും സേവനം ലഭ്യമാക്കുക ലക്ഷ്യമിട്ട് പൂർത്തിയായി വരുന്ന മക്ക മെട്രോ റെയിൽ നെറ്റ്വർക്ക്, അതിവേഗ ബസ് സർവീസ് നെറ്റ്വർക്ക് എന്നിങ്ങനെ മക്ക പൊതുഗതാഗത വികസനം മുഖ്യമായും 2 മേഖലകളിലായാണ് നടക്കുന്നത്. പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ വിശുദ്ധ മക്കയുടെ ഗതാഗത രംഗത്ത് വൻ കുതിപ്പ് നടത്താനാകുമെന്നാണ് കരുതപ്പെടുന്നത്. മീഡിയ 1 ജിദ്ദ.